ദാ ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് x plus 1 x minus 1 x minus 3 x plus 2 is ഡിറ്റർമിനന്റ് ഓഫ് 4 minus 1 1 3 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. മക്കളെ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെട്രിക്സിനെ ഒരു നമ്പറിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ചില കുട്ടികൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇതും കൂടെ ഇക്വേറ്റ് ചെയ്യും, ഇതും കൂടെ ഇക്വേറ്റ് ചെയ്യും, എല്ലാം കയ്യിൽ നിന്ന് പോവും. ഇത് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് വെച്ചിട്ട് വേണം ഇത് എന്ത് ചെയ്യാൻ, ഇക്വേറ്റ് ചെയ്യാൻ. അപ്പൊ ദാ നോക്കുക, നിങ്ങളുടെ ശ്രദ്ധയെ, നിങ്ങളുടെ ഫോക്കസിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ദാ നോക്കൂ എൻ്റെ പ്രിയ മക്കളെ, ഇതെന്ത് വരൂടാ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 ഈക്വൽ ടു, ഇവിടുത്തെ ഡിറ്റർമിനന്റ് എന്ത് വരും? 4 ഇൻറ്റു 3 12 മൈനസ് 1 എന്ന് വരും. ഇനി എന്ത് ചെയ്യാം? ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇത് ഞാനൊരു ബ്രാക്കറ്റ് ഇട്ട് ഇവിടെ കൺഫ്യൂഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടി. ഓക്കെ ആണല്ലോ? ഇതെന്ത് ചെയ്യും? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 3 എന്ന് വരും. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, പിന്നെ 2x, പിന്നെ എക്സ് പ്ലസ് 2 പ്ലസ് 2 എന്ന് വരും. ഓക്കെ ആണല്ലോ? ശരി. മൈനസ് ഇവിടെ എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 ഈക്വൽ ടു 12 പ്ലസ് 1 13 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എക്സ് സ്ക്വയറും ക്യാൻസൽ ആകും. 3x മൈനസ് 4x അതെന്താവും? 3x പ്ലസ് 4x 7x എന്ന് വരും. ഇനി 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 13. മൈനസ് 1 എന്ത് ചെയ്യുന്നടാ? ഇപ്പുറം എടുക്കുന്നു. 7x ഈക്വൽ ടു 14 എന്ന് വരും. ദാറ്റ് ഈസ് 14 ഈക്വൽ x ഈസ് ഈക്വൽ ടു 14/7 which is equal to 2 എന്ന ആൻസറിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. ഓക്കെ ആണ്? സെറ്റ് ആണ്?